ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് തന്നെ ഫിറോസ് ഖാൻ്റെ ലൈവാണ്. അപ്പോൾ അതിൽ പറയുന്നത് മൂപ്പര് ചാനൽ നിർത്തലായി, യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നു എല്ലാവരും ഇതാണ് ലൈവിൽ പറയുന്നത്. അപ്പോൾ ഒരു ശരി ചർച്ച ചെയ്യുന്ന പോലെ അതെ അതൊക്കെ കാരണം ഇപ്പം ലൈവിലാണ് പൈസ. അപ്പോൾ ഈ ഒരു ലൈവിന് ആണ് പറഞ്ഞത് യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് പോവുകയാണ്. എത്തിക്കോ കാരണമായിട്ട് പറയുന്നത് വ്യൂസ് കുറച്ച് കുറവാണ്, അതുപോലെ വരുമാനം എന്തെങ്കിലും കൂടി നോക്കണം, യൂട്യൂബ് ചാനൽ മാത്രം പോരല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സാധാരണ പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മളെ പോലെയുള്ള ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഫിറോസ് ഖാനെ കാണുന്നവരാണ്. പലരും യൂട്യൂബ് ചാനൽ ഫിറോസ് ഖാനൊക്കെ കണ്ടിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മൂക്കരൊക്കെ നിർത്തിയിട്ട് പോകുമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഭാവി എന്താവും, യൂട്യൂബ് അതായത് യൂട്യൂബ് തന്നെ ഇല്ലാതാവുകയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പോയി. കാരണം വലിയ പ്രമുഖരായ ആളുകളൊക്കെ നിർത്തിയിട്ട് പോകുമ്പോൾ പിന്നെ നമ്മളെ പോലുള്ള ആളുകൾക്ക് എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാകും, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫിറോസൊക്കെ എത്രയാണ് മാസം വരുമാനം ശരാശരി കിട്ടുന്നുണ്ടാവുക, അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് വീഡിയോ ഇടുന്നത്, അതുപോലെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് എന്നത്. കാരണം നാളെ നമ്മൾ ഇതുപോലെ ഫേമസ് ആയ ഒരു യൂട്യൂബർ ആയിക്കഴിഞ്ഞാൽ ഏതൊക്കെ ചെയ്യണമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതുകൊണ്ട് ആ സംഭവങ്ങളാണ് പറയുന്നത്. ഇതാണ് ഫിറോസ് ഖായുടെ ചാനൽ. ഇപ്പോൾ ഫിറോസ് ഖാൻ്റെ ചാനലിൽ വീഡിയോസ് ഏതൊക്കെ ദിവസങ്ങളിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് 3 days ago 8 days ago എന്നൊക്കെയാണ്. എന്തായാലും ജൂലൈ മാസത്തിൽ അപ്ലോഡ് ചെയ്ത എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും അതിന് എത്ര വ്യൂസ് വന്നിട്ടുണ്ടെന്നും അതിന് എത്ര റവന്യൂ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡേറ്റ് കാണിക്കില്ല, പക്ഷേ ഡേറ്റ് നമ്മൾ വേറൊരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഡേറ്റ് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ജൂൺ 20 അപ്ലോഡ് ചെയ്ത വീഡിയോ 4.75 lakhs ആണ്. അതുപോലെ ജൂൺ 4 മറ്റേ വീഡിയോ അതിന് ശേഷമുള്ള അപ്ലോഡ് ചെയ്തത്, അത് 6.83. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഓരോ ഡേറ്റിനുള്ളത്. ഇവിടെ കാണിക്കുന്നത് വ്യൂസ് ഇൻ ലാക്സ് എന്ന് പറയുന്നതാണ് എത്രയാണെന്നുള്ളതും യൂട്യൂബ് എത്ര പൈസ പേ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ശരാശരി എടുത്തിരിക്കുന്നത് 0.50 per 1000 വ്യൂസ്. അതായത് ഏറ്റവും കൂടിയ ഇതുമല്ല ഏറ്റവും കുറവുമല്ല, ഒരു മീഡിയം റേഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. ശരാശരി 0.50 എന്ന് പറയുന്ന ഒരു എമൗണ്ടാണ് എടുത്തത്. എന്നിട്ട് അവിടേക്ക് വന്നാൽ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്ലോഡ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതായത് ജൂൺ 20 അപ്ലോഡ് ചെയ്തു, അപ്പോൾ അവിടെ 14 ദിവസത്തെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് അടുത്ത വീഡിയോയിലേക്ക് 7 ദിവസം ഡിഫറൻസ് ഉണ്ട്. പിന്നെ അടുത്ത വീഡിയോയിലേക്ക് 9 ദിവസം ഡിഫറൻസ് ഉണ്ട്. പിന്നെ 5 ദിവസം. അത് ഇങ്ങനെ ഡിഫറൻസ് ഒക്കെ എടുക്കാൻ കാരണം എന്താ അറിയുക, ഏതൊക്കെ സമയങ്ങളിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നും എത്ര ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സാധാരണ ഇപ്പോൾ 7 ദിവസത്തെ ഗ്യാപ്പും ഒക്കെ വരുന്നുണ്ട്. 7 ദിവസം 5 ദിവസമൊക്കെ ആയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. അതായത് 4 വീഡിയോസ് മാത്രമേ ആ ഒരു മാസം, അപ്പം ജൂലൈയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഈ 3 വീഡിയോ ചെയ്തിട്ട് എത്രയാണ് റവന്യൂ വന്നതെന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഇവിടെ റവന്യൂ കാൽക്കുലേഷൻസുകളുടെ ഫോർമുല കാണിക്കുന്നുണ്ട്. ഏർണിങ്സ് എത്രയാണെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി ഇതിൽ ഓരോ വീഡിയോസിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് വെച്ചിട്ട്, ഇപ്പോൾ ജൂണിലിട്ട വീഡിയോസ് 4.7 lakhs വന്നു, ഇതായി വ്യൂസ് ഇവിടെ വന്നു. ഇതിൻ്റെ ഡോളറും ഇന്ത്യൻ മണിയും, അതായത് 234 രൂപ. അപ്പോൾ ഇതിന് 19 സംതിങ്, ഇത് ഇത്ര വന്നു, ഇതിൻ്റെ എമൗണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെ എമൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ഏർണിങ്സ് എത്രയാണ് എന്നുള്ളത് താഴെ കാണിച്ചിട്ടുണ്ട്. അതായത് ഡോളറിൽ വരുന്ന സമയത്ത് $1375, ഇന്ത്യൻ റുപ്പീസിൽ വരുന്ന സമയത്ത് 1,14,816 രൂപ. അതാണ് ഒരു മാസത്തെ, അല്ലെങ്കിൽ ഈ ഇട്ട വീഡിയോ പ്രകാരമുള്ള മൂപ്പറുടെ പിന്നെ റവന്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് നമ്മൾ പറയുന്ന പോലെ മറ്റ് ചിലവുകളൊക്കെ ഉണ്ടാവുമായിരിക്കാം. മറ്റു ചിലവുകൾ വന്നാൽ ഇപ്പം ബൾക്കായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ആ സാധനങ്ങളുടെ പൈസയും കൂടെയുള്ള ആളുകൾ കൊടുക്കേണ്ട പൈസയും ഒക്കെ ആയിട്ട് ഒരു ചിലവുണ്ടാക്കണം. വലിയ സംഭവം ആകുമ്പോൾ നമ്മൾ ചിലവ് കൂടുമല്ലോ. ഇപ്പോൾ എന്തായാലും ഈ മാസത്തെ മാത്രം കേട്ടോ, ഈ എത്ര വീഡിയോൻ്റെ കണക്ക് മാത്രമാണ് ഈ പറയുന്നത്, മൊത്തത്തിലല്ല. നമ്മൾക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, യൂട്യൂബ് പേ ചെയ്യുന്നത് ഈ വീഡിയോയുടെ മാത്രമല്ല, ഓരോ മാസത്തെ വീഡിയോൻ്റെ മാത്രമല്ല, മുന്നിൽ എപ്പോഴൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ആളുകൾ കാണുന്നതനുസരിച്ച് റവന്യൂ വരും. അപ്പോൾ ഇതിൻ്റെ റവന്യൂ മാറാം. ഇത് ഇപ്പോൾ ഒരു മാസം
റവന്യൂ ആണെന്ന് വെച്ചാൽ മൂപ്പർക്ക് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനേക്കാൾ കൂടുതലും കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്ന് മാത്രമല്ല, ഒരു 90% ഉറപ്പാണ് ഇതിനേക്കാളും കൂടുതലായിരിക്കും റവന്യൂ വന്നിട്ടുണ്ട്. എന്താ ശരാശരി ഇത്ര വന്നിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഒരു പ്രശ്നം വരാനുള്ളത് നമ്മൾ പറഞ്ഞിരിക്കുന്ന എമൗണ്ട്, അതായത് ഇത് സ്റ്റേബിൾ ആയിരിക്കുമല്ലോ, എപ്പോഴും 5.0 ആയിരിക്കണം എന്നില്ല. അത് 2.0 ആയിരിക്കാം, 3.0 ആയിരിക്കാം, ഇനി കൂടുകയും ചെയ്യാം. അതുപോലെ 7.0 ആയിരിക്കാം, അത് മാറ്റങ്ങൾ വരും. അപ്പോൾ മൊത്തത്തിൽ അപ്രോക്സിമേറ്റ്ലി ഒരു തുക അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാണിച്ചു തന്നത്. ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കിറോസ്ക്ക് എത്രയാണ് മാസം ഏകദേശം അപ്രോക്സിമേറ്റ്ലി മൂപ്പര് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മളൊക്കെ യൂട്യൂബിൽ ഒരു ബ്രാൻഡായിട്ട് മാറുന്ന സമയത്ത് എപ്പോഴും ആ ബ്രാൻഡിന് നിലനിർത്തണം എന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം കിറോസ്ക്ക് ഇപ്പം ഇത് ഫുള്ളായിട്ട് നിർത്തി പോയി കഴിഞ്ഞാൽ മൂപ്പര ബ്രാൻഡ് അവിടെ പോയി. അതിന് പകരം ഈ ദിവസം മാസത്തിൽ 1-2 ഒക്കെ എടുത്തിട്ട് ബ്രാൻഡായി നിലനിർത്തുക. അതോടൊപ്പം തന്നെ പലർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഡീൽസ് പോലെയുള്ള സംഭവങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ സ്വന്തമായിട്ട് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാം. ഇങ്ങനെ പല പല വഴികൾ നമുക്ക് യൂട്യൂബിൽ ചെക്കുന്നുണ്ട്. അപ്പം ആ വഴികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ സാധാരണ യൂട്യൂബിൻ്റെ റവന്യൂവിൽ നിന്ന് അധികമായിട്ട് വരുമാനം കിട്ടും. പലരും പോകുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് യൂട്യൂബിൻ്റെ വരുമാനം മാത്രം വെച്ചിട്ടൊന്നുമല്ല പ്രമുഖരായ യൂട്യൂബ് ചാനൽ ഒന്നും പോകുന്നത്. എല്ലാവർക്കും ബ്രാൻഡ് ബേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ മൂപ്പര് പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മൂപ്പർക്ക് ഈ ഒരു വരുമാനത്തിൻ്റെ പ്രശ്നം വന്നത്. പിന്നെ അറിയാമല്ലോ, മൂപ്പര് ബൾക്കായിട്ട് വലിയ രീതിയിലാണ് ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ മാസം ഒരു 1.5 ലക്ഷം കിട്ടിയാൽ പോലും കൂടെയുള്ള 5-8 ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ട. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടി കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് കയ്യിൽ കിട്ടുന്നുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടേക്ക് ഇങ്ങനെ പുറത്തുണ്ടാവും. എന്തായാലും മൂപ്പര് ഫുള്ളായി ചാനൽ നിർത്തുന്നില്ല എന്നാണ് അറിഞ്ഞത്. എന്തായാലും മാസം ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുമായിരിക്കും. അങ്ങനെ ആയാലും മതി. കാരണം അത് കൊണ്ട് പ്രശ്നമില്ല. മൂപ്പരൊക്കെ ക്ലിക്കായ ആളുകൾ എങ്ങനെ വീഡിയോ ഇട്ടാലും എന്തായാലും ആൾക്കാർ കാണും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും എൻ്റെ സജഷൻ എന്ന് പറയുന്നത്, കാരണം മൂപ്പർക്ക് സജഷൻ കൊടുക്കുന്നില്ല, ഞാൻ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതാണ്. ആഴ്ചയിൽ ഒരു മാസത്തിൽ ഇതുപോലുള്ള പ്രമുഖ ആളുകൾ 2-3 വീഡിയോസ് ചെയ്യുക. എന്നാലും എന്തായാലും റവന്യൂ കിട്ടുള്ളൂ. എവിടെ എത്താത്ത നമ്മളെ സാധാരണക്കാർ ഒരാഴ്ചയിൽ ഒരു 3 വീഡിയോ എന്തായാലും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു റീച്ച് കിട്ടുള്ളൂ. റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാതെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും വരാനില്ല. റീച്ച് എത്താത്തവർ അങ്ങനെ തന്നെ കാണാം. പക്ഷേ റീച്ചൊന്നും ഇല്ലാത്തവർ ഈ മാസത്തിൽ ഒരിക്കൽ ഇടാൻ പോയി കഴിഞ്ഞാൽ ചാനലൊക്കെ കൂടി ഡൗൺ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ് ചെയ്യാറുണ്ടെങ്കിൽ സബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, മറ്റൊരു വീഡിയോ